മഴ പെയ്യണ നേരം തുടി കൊട്ടി മാനം തുള്ളണ് കൂരേട മൂല കുലുങ്ങണേ പെണ്ണാളെ കൂരേട മൂല കുലുങ്ങണേ കാലം പോയ പോക്ക് കണ്ടോടേ പെണ്ണാളെ കാലം പോയ പോക്ക് കണ്ടോടേ തീപ്പട്ടി കാട്ടന്റെ കാത്ത മണ്ണെണ്ണ ചിമ്മിനി കത്തിക്കാൻ തീപ്പട്ടി കാട്ടന്റെ കാത്ത മണ്ണെണ്ണ ചിമ്മിനി കത്തിക്കാൻ അന്തിക്ക് അത്തരമുണ്ട് കിടക്കണ മക്കളെ നോക്കട്ടെ അന്തിക്ക് അത്തരമുണ്ട് കിടക്കണ മക്കളെ നോക്കട്ടെ കൂരയുടെ മൂല കുലുങ്ങണ നേരത്ത് കൂരിരുട്ടാണല്ലോ തമ്പ്രാനെ കൂരയുടെ മൂല കുലുങ്ങണ നേരത്ത് കൂരിരുട്ടാണല്ലോ തമ്പ്രാനെ കൂരയുടെ മൂല കുലുങ്ങണേ പെണ്ണാളെ കൂരയുടെ മൂല കുലുങ്ങണേ കാലം പോയ പോക്ക് കണ്ടൂടേ പെണ്ണാളെ കാലം പോയ പോക്ക് കണ്ടൂടേ നാളെ പാടത്തു വിത്തു വിതയ്ക്കുവാൻ ഞാനെന്ത് ചെയ്യേണ്ടു നാളെ പാടത്തു വിത്തു വിതയ്ക്കുവാൻ ഞാനെന്ത് ചെയ്യേണ്ടു തമ്പ്രാന്റെ പാടത്തു വെള്ളം മുട്ടോളം വന്നു നിറയോടേ തമ്പ്രാന്റെ പാടത്തു വെള്ളം മുട്ടോളം വന്നു നിറയോടേ തെയ്യാനും തീരുല്ല തെയ്യാനും തീരുല്ല കോരി കുടിക്കാനും പറ്റൂല തെയ്യാനും തീരുല്ല തെയ്യാനും തീരുല്ല കോരി കുടിക്കാനും പറ്റൂല കൂരേട മൂല കുലുങ്ങണേ പെണ്ണാളെ കൂരേട മൂല കുലുങ്ങണേ കാലം പോയ പോക്ക് കണ്ടോടേ പെണ്ണാളെ കാലം പോയ പോക്ക് കണ്ടോടേ കാലം പോയ പോക്ക് കണ്ടോടേ കാലം എല്ലാ ജോലികളിലും വെച്ച് മഹത്തരമായ ജോലിയാണ് അധ്യാപകരുടെ പറയുന്നത്. അത് സത്യമാണെന്ന് നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ അവരുടെ ഭാര്യമാരെ മക്കളെ ഭർത്താക്കന്മാരെ കുറേ 10-20 വർഷം കഴിഞ്ഞില്ലേ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ 1-2 കെട്ടുകത്തിന് മുമ്പ് നടന്നപ്പോഴും അതെ ഈ കുട്ടികളെ ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ 1988 തൊട്ട് 95 വരെ ഈ സ്ഥാപനത്തിൽ 5 വർഷക്കാലം പ്രിൻസിപ്പളായിരിക്കാൻ എൻ്റെ ഭാഗ്യം എനിക്കുണ്ടായി. ആ കാലത്തിനിടയ്ക്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഒത്തുചേർപ്പിന് നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും ഇവിടെ വരണം. ഇവിടെ എൻ്റെ പഴയ സഹപ്രവർത്തകരെയും നിങ്ങളെയും എല്ലാം കണ്ടു. എല്ലാവരും
കരുത്തും ചിട്ടയോടും കൂടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരായിട്ട് അങ്ങനെ ഒത്തുചേരുമ്പോൾ ഈ ബന്ധത്തിലും ഇടയിൽ നല്ല ചില ബന്ധങ്ങളും കൂടിയുണ്ട് പല ശരീരം. അതായത് ഞാൻ ഒരു 5-6 കല്യാണങ്ങൾക്ക് പോയ സമയത്ത് പല സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ പല സ്ഥലത്തിനും കേട്ടിടയിലൊക്കെ പെട്ടെന്ന് കാണാൻ ഓടി ഒന്നൊരാൾ കഴിക്കും. അതൊക്കെ അറിയില്ലേ? ഞാൻ പറയും ഏത് കാഴ്ച ഇതൊക്കെ വെജിറ്റൻ്റെ മോനാണല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു ഇതിനുള്ള സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ വ്യക്തിപരമായി വീട്ടിൽ വന്ന് ക്ഷണിച്ച് പങ്കെടുക്കാൻ താല്പര്യം വേണം എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എല്ലാവരും നല്ല ഉന്നത നിലയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച് നിങ്ങളെ വീണ്ടും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമല്ല. ഈ കോയമ്പത്തൂർ വന്ന് നിങ്ങളെ ഒന്നും എപ്പോഴും കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രോഗ്രാമുകൾ വെച്ചതിലും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഇവിടെ ഇന്ന് ഈ വേദിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചുറ്റിൽ നിന്നും എന്തോ